വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹൽവയാണ്. നമ്മൾ കോൺഫ്ലവർ വെച്ചുണ്ടാക്കുന്ന ഹൽവയാണ്. കോൺഫ്ലവറും ശർക്കരയും വെച്ച് അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 400 ഗ്രാം കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 400 ഗ്രാം കോൺഫ്ലവർ ഉണ്ട്. അതിലോട്ട് നമുക്ക് ഇപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് മാവ് പരുവത്തിൽ ലൂസാക്കി എടുക്കാവേ. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമുക്കിത് ഒരു ബാറ്ററാക്കി ഇതിനെ എടുക്കാം. അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ ഇപ്പം നമ്മൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളവും കോൺഫ്ലവറും കൂടെ. കോൺഫ്ലവറിന് ഒരു ഇച്ചിരി കട്ടിയുണ്ടല്ലോ, നമുക്കറിയാമല്ലോ കോൺഫ്ലവർ മിക്സ് ചെയ്യുമ്പോഴേ. ഇപ്പോൾ ഈ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെള്ളവുമായിട്ട്. ഇനി ഞാനിവിടെ 400 ഗ്രാം കോൺഫ്ലവറിന് 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഞാനിവിടെ ചെറുതായിട്ടതൊരു പാനിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ആ ശർക്കരേനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലവറും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് എടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണേ. നമ്മൾ ഒട്ടും കട്ടയില്ലാതെ വേണം കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ. എന്നിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ആ കോൺഫ്ലവർ നല്ലൊരു പേസ്റ്റ് പരുവമായിട്ട് വരും. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. അതും ചെറു ചൂടോടെ വേണം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. കോൺഫ്ലവർ ഇപ്പോൾ നല്ല കുറുകി വരുന്നുണ്ട്. ഈ പരുവം വരെ നമ്മളിങ്ങനെ കുറുക്കി എടുക്കണേ. നല്ല കുറുകി വരുന്നുണ്ട്. കോൺഫ്ലവർ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുന്നോളം വരെ അത് കുറുക്കി എടുക്കണേ. ഈ സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിത് ഇച്ചിരി സമയം എടുക്കും. ഇത് ശർക്കരപ്പാനിയായിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇങ്ങനെ നമ്മുടെ പാനിയിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തോണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഇപ്പം ശർക്കര ഒരു മഞ്ഞ കളറുള്ള ശർക്കര, അതുകൊണ്ടാണ് നല്ല കളറില്ലാതെ കിട്ടുന്നത്. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളറ് കിട്ടുവേ. കോൺഫ്ലവറും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുവാണേ. അപ്പോൾ നെയ്യും ഈ കോൺഫ്ലവറും ശർക്കരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച്, ഇപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ പാനിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നെയ്യ് ചേരുന്ന വിധത്തിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് വെളുത്ത എള്ളാണേ. ഇപ്പോൾ 2 സ്പൂൺ വെളുത്ത എള്ളും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. കുറച്ച് കാഷ്യൂ പൊടിച്ചത് നമുക്ക് ഈ സമയത്ത് എന്ത് വേണമെങ്കിലും ചേർക്കാം. കാഷ്യൂവോ ബദാമോ എന്താ നമ്മുടെ കയ്യിലുള്ള അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പം നമ്മുടെ പാനിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ പാനിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണേ. 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കായും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചെടുത്തത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
വീണ്ടും നമുക്കിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തോട്ടും ഏലക്കാവുന്ന പോലെ. നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് നെയ്യും എല്ലാമായിട്ട് യോജിച്ച് നമ്മുടെ പാനിൽ നിന്ന് നല്ല വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണ് ഇത് വേണ്ടെങ്കിൽ ആ പാത്രത്തിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഇപ്പം നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ട്രേക്കകത്ത് 4 വശവും ഒന്ന് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അലുവ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ആ ഗ്ലാസ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാഷ്യൂം പിസ്തായും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഹൽവ വെച്ച് കൊടുക്കാവേ. ഇതൊന്നിങ്ങനെ നന്നായിട്ട് ഈ പാത്രവുമായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണേ. നമ്മുടെ നെയ്യൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പം നെയ്യൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഓൾറെഡി നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇത് നന്നായിട്ട് പാത്രവും ആയിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണേ. ഒന്ന് പ്രസ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം നന്നായി ഇതായിട്ട് കിട്ടും. നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ടത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇതിന് ചൂടൊന്ന് ആറിയാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ച് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കും. ഡിമോൾഡ് ചെയ്ത് നമുക്ക് പീസസ് ആക്കി എടുത്ത് കൊടുക്കാവുന്ന മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഹൽവ ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കർക്കും ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മളത് വേഗം കട്ട് ചെയ്യുവാണേ. നമുക്കത് ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ നെയ്യൊക്കെ തടവിയതായും കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. പാത്രത്തിൽ നിന്ന് ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടി. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. നമുക്ക് നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഇത് നന്നായിട്ട് കറുത്തിരിക്കും. നമ്മുടെ അത്ര കറുത്ത എല്ലാത്തേം കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്താണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും.